അങ്ങനെ അർജുൻ്റെ അമ്മയും ചേച്ചിയും ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് കടുത്ത നിയന്ത്രണമാണ്, ഒരു ഹിൻറ്റും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിരുന്നാലും അർജുൻ ശ്രീതു കോംബോയെക്കുറിച്ച് ഒരു കോഡ് ഭാഷയിലൂടെ സംസാരിക്കുന്നില്ല എന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത്? ഫാമിലി വീക്ക് വൻ പരാജയം. ഇന്നലത്തെ PR കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതിനുള്ള മറുപടി പറയാം. ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഞാൻ PR കമൻസിനെതിരെ പറയാം. ഇന്നലെ രാത്രി ഞാൻ പ്രൊമോ വന്നതിന് ശേഷം വീഡിയോ ഇട്ട് പരമ ബോറാണ്. അതായത് വേ ഓഫ് എൻട്രി മാറ്റണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടെ അർജുൻ്റെ ഫാമിലി വന്നപ്പോൾ കൊള്ളൂലെന്നോ ജാസ്മിൻ്റെ ഫാമിലി ഇതോ ആരോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എല്ലാവരും എന്തിനാണ് ഈ കാറിൽ കൊണ്ടുവരുന്നത്? കഴിഞ്ഞ തവണ ഉള്ള പോലെ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നുകൂടായിരുന്നോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്ന ആളുടെ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിന് എൻ്റെ മുന്നേ കുറേ വിവരം വെള്ളിയാഴ്ചയില്ലാത്ത ആൾക്കാർ നിനക്ക് അർജുനെ പിടിച്ചില്ല അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നതെന്ന്. ഇതെന്താ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഞാൻ എന്താ പറഞ്ഞ ആ കാറിൽ കൊണ്ടുവരുന്നതൊന്ന് മാറ്റണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ തലയ്ക്കകത്ത് ഇവിടെ തലയുടെ ഉച്ചിയിൽ കണ്ണു വെച്ചോണ്ടെന്ന് പറഞ്ഞാൽ താഴെയുള്ളതെന്ന് കാണാൻ പറ്റത്തില്ല. എന്തൊക്കെ ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരവും വെള്ളിയാഴ്ച ഒട്ടുമില്ലാത്ത ആളുകളാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഒത്തിരി എന്താ പറയുക ബുദ്ധിയുള്ളവർ മനസ്സിലാകുന്നുണ്ട്. ശരിയാണ്, കഴിഞ്ഞ തവണ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു, വെറൈറ്റി. ഇത്തവണ അതുപോലെ ഒന്ന് വെറൈറ്റി ഒന്നും വന്നില്ല, എല്ലാവരെയും കാറിലാണ് കൊണ്ടുവരുന്നത്. ഞാൻ അത് മാത്രമേ പറഞ്ഞോളൂ, കാറിൽ കൊണ്ടുവന്ന ഒന്നും മാറ്റ്. അപ്പോൾ കുറേ പേര് പറയാം നിങ്ങൾക്ക് പിന്നെ ലോറി കൊണ്ടുവന്ന്. ബോധം എന്ന് പറഞ്ഞ ആളുകൾക്കില്ല. എനിക്ക് മനസ്സിലായി ഇപ്പോഴും ബിഗ് ബോസ് എവിടെ കിടക്കുന്നെന്നുള്ള ഇതിൻ്റെ ഒരു തെളിവാണ് ഈ കരൻ്റെ ആളുകളുടെ ലെവല്. ലോ ക്ലാസ് ജാൻമണി പറയുമല്ലോ, ആ ലെവലിലാണ് ആളുകൾ ഇപ്പോഴും നിന്ന് കാണുന്നത്. ഞാൻ അർജുനെയും ശ്രീധുവിനെയും ഒന്നും അല്ല പറഞ്ഞത്, ഈ കൊണ്ടുവരുന്ന രീതി ഒന്ന് മാറ്റണം. അല്ലാതെ അർജുൻ്റെ അമ്മ വന്നത് കൊള്ളില്ല, പരമബോർ, അങ്ങനെ അല്ല പറഞ്ഞത് കേട്ടോ. ഇന്ന് ലൈവിൽ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഇന്നലെ സിജോയും നമ്മുടെ സായിയും കൂടെ കള്ളത്തരം കാണിച്ചാണ് ജയിച്ചതെന്നുള്ള കാര്യം അപ്സര അറിയുന്നില്ല. അപ്സര രാവിലെ അത് അറിയുന്നു. അപ്സര രാവിലെ അറിയുമ്പോൾ അത് കൊള്ളാമല്ലോ, ഞാൻ ഈ ടീമിനകത്ത് ഉണ്ടായിട്ട് ഞാൻ ഈ സാധനം എന്തുകൊണ്ട് അറിഞ്ഞില്ല, ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് പാട്ട് കേൾക്കുന്ന ഒരു ജനനി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. നേരെ കാറ് വരുന്നു. ഇന്നലത്തെ പോലെ തന്നെ ഒരു മാറ്റം. അതാണ് ഞാൻ പറഞ്ഞ ബോറാണ്. വേ ഓഫ് എൻട്രി പ്രസൻറ്റേഷൻ മാറ്റണമായിരുന്നു. കാറ് വരുന്നു, അവിടെ നിന്ന് കറങ്ങുന്നു. ഇത്തവണ വിളിക്കാനൊന്നും ആരും പോകുന്നില്ല. അതിന് മുമ്പ് തന്നെ ഡോർ തുറന്ന് അർജുൻ്റെ സഹോദരിയും അർജുൻ്റെ അമ്മയും ഇറങ്ങുവാണ്. എന്നിട്ട് ഡോർ തുറക്കുന്നു, അർജുൻ പോയി വിളിച്ചുകൊണ്ട് വരുന്നു. പതിവ് പോലത്തെ സംസാരങ്ങൾ. നേരെ നമ്മുടെ പീപ്പിൾ റൂമിൽ പോകുന്നു. അതിനകത്ത് കയറി ഇരുന്നിട്ട് ഇവർക്ക് ഒന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇന്നലെ വന്ന റഷ്യ പുറത്ത് നെഗറ്റീവാണ്, അൻസിബ നെഗറ്റീവാണ്. പക്ഷേ ഇവരുടെ ഒന്നും ഒരു കാര്യം പോലും വീട്ടുകാർ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണത്തെ ഫാമിലി വീക്കിലാണെങ്കിൽ എന്തോരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സെറീനെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ മുടി നീ മസാജ് ചെയ്യേണ്ട മോളെ. അനിയം ഇതിൻ്റെ അടുത്ത് പറഞ്ഞു നീ നല്ലപോലെ കളിക്കണം, നീ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അഖിൽമാരാർത്ത് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് വിന്നർ എന്നുള്ള ലെവലിൽ പറഞ്ഞു. ഷിജുവിൻ്റെ അടുത്ത് പറഞ്ഞു പുറത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാരാറുടെ കൂടെയുള്ള പിടിവിടരുത് എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ അങ്ങനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ലെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞു കൊടുത്തേനെ. കാരണം അവരുടെ വീട്ടിലുള്ള ഒരാളാണ്, അപ്പോൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഒന്നുമേ പറയാൻ സമ്മതിക്കുന്നില്ല. BB റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വാൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഒറ്റ കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ 10-65 ദിവസം ആയതേ ഉള്ളൂ, 66ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇപ്പോഴേ പോയി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കളിയുടെ ഗതി മാറും. ഗതി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ആര് വിന്നറാവും എന്നാണ് തോന്നുന്നത്? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് പറയും. അപ്പം നിങ്ങളുടെ മെജോറിറ്റി ഒപ്പീനിയൻ നോക്കിയിട്ട് പറയും. അപ്പം ആ ഒരു ലെവൽ മാറരുത് എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? ഒരു പക്ഷേ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറയുമ്പോൾ വന്നിരിക്കുമ്പോൾ അവർ കൂടുതലും എന്തൊക്കെയോ കോഡുകൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ നല്ലത് തന്നെയാണ്, ഒരിക്കലും മോശമല്ല. ഈ പറയുന്ന കോഡുകൾ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിൻ്റെ കളറിൽ കോഡ് ഉണ്ടാവാം. നേരത്തെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് പോകുന്ന ഫാമിലീസൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ വന്നാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അവർ സംസാരിക്കുന്ന ഭാഷകൾ, പിന്നെ പറയുന്ന ശ്രീധു അർജുൻ അതിനെക്കുറിച്ചിട്ടാണ് അവരുടെ സംസാരം. കൊള്ളാം, നല്ലതാണ്, അങ്ങനെ ആ ലെവലിലാണ് എപ്പോഴും ഈ പറയുന്ന സംഭവം തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. വേറെ ഒരു കാര്യവും പറയുന്നില്ല. ഫാമിലി വീക്ക് എനിക്ക് സത്യമായിട്ട് ബോറായിട്ടാണ് തോന്നിയത്. അതിപ്പോൾ അർജുൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ല. ഇന്നലെ നമുക്ക് കാണുമ്പോൾ അവസാനം ഒരു 7-8 കണ്ടസ്റ്റൻസ് വരുമ്പോഴാണ് നമുക്ക് അവരുടെ അടുത്ത് ഭയങ്കര ഒരു മെൻ്റലി ഒരു അടുപ്പം വരുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഇത് ആ തുടക്കത്തിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതാ ഇപ്പോൾ പോയി ചത്ത് തീർന്ന്. നോക്കാം നമുക്ക് അടുത്ത് എന്താവുമെന്ന്. കുറച്ച് നേരം കഴിയുമ്പോൾ ശ്രീധുവിൻ്റെ ഫാമിലി വരും. ഇന്ന് കയറാൻ പോകുന്നത് ഞാൻ അറിഞ്ഞത് ജിൻഡോയുടെ ഫാമിലിയിൽ നിന്നാണ്. ഇന്ന്
ബിഗ് ബോസ് വീട്ടിൽ കയറാൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേംഡ് ആക്കി പറയാം, കുറച്ചുകൂടെ കഴിയട്ടെ. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.